ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് 5 മാർക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കാവുന്ന മാപ്പുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ്, അതിൻ്റെ കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനുള്ള കാരണം തിങ്കളാഴ്ച നിങ്ങളുടെ ഹിസ്റ്ററി എക്സാം ആണ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എക്സാം ഒക്കെ എല്ലാവരും ഭംഗിയായിട്ട് എഴുതുന്നുണ്ടാവും മനസ്സിലാക്കുന്നു. +2 +1 എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 1000 വിജയാശംസകൾ ഈ സമയത്ത് നേരുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് വരാം. മാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും മാപ്പിൽ നോർത്തിലും സൗത്തിലും അങ്ങനെ പല ഭാഗത്തായിട്ട് ചിതറിക്കൊണ്ടുള്ള അടയാളപ്പെടുത്തലുകൾ തരില്ല. നിങ്ങൾക്ക് മാപ്പിൽ ഉള്ള ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം അറിയുമെങ്കിൽ ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും നിങ്ങൾക്ക് അറിയുന്ന ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റ് അടുത്ത് തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ലഭിക്കും. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാഞ്ചി സ്തൂപം, അത് ഏകദേശം ഇന്ത്യയുടെ സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. സാഞ്ചി സ്തൂപം ഇന്ത്യയുടെ സെൻട്രലാണ് വരുന്നത്, അത് നമുക്കറിയാം. പക്ഷേ ബാക്കിയുള്ള 4 സ്ഥലങ്ങളും അറിയില്ല. എന്നാൽ സാഞ്ചി സ്തൂപം അടയാളപ്പെടുത്തുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ 4 സൈഡിലായിട്ട് അടുത്തായിട്ട് തന്നെ നമുക്ക് ബാക്കി 4 പോയിന്റുകളും അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഏതൊരു മാപ്പ് കിട്ടിയാലും നമ്മൾ ലാൻഡ് മാർക്ക് ഇട്ട് വെക്കണം. നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേൾഡ് മാപ്പ് ആണെങ്കിൽ നമുക്ക് ഇന്ത്യയെ ഒരു ലാൻഡ് മാർക്ക് ആക്കി വെക്കാമായിരുന്നു. ലാൻഡ് മാർക്ക് എന്നാൽ എന്താ അറിയോ, ഇപ്പോ നമ്മൾ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ അവനോട് പറയും അല്ലെ, എവിടെ എത്തി ചോദിക്കുമ്പോൾ നമ്മൾ ഞാൻ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുണ്ട്, ഞാൻ സ്കൂളിന്റെ അടുത്ത് എന്നൊക്കെ പറയാറില്ല നമ്മൾ. അതുപോലെ നമുക്ക് ഇന്ത്യയിൽ ചില ലാൻഡ് മാർക്ക് കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ്. അതിലൊന്നാണ് ഗുജറാത്ത്. നമ്മുടെ ആ ഒരു ഏരിയയിൽ കണ്ട ഒരു കുനിപ്പായിട്ട് നിൽക്കുന്ന ഏരിയ, ഏകദേശം നമ്മൾ മാപ്പിൽ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഗോവയെ കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് മേലെ പോകുമ്പോൾ ഒരു കുനിപ്പായിട്ട് നിൽക്കുന്ന ഏരിയ അല്ലേ, അവിടെയാണ് ഗുജറാത്ത്. അതുകൊണ്ട് ആ ഒരു കുനിപ്പ് എല്ലാ ഇതിലും ഉണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വന്നിട്ടുള്ള ഒരു ഏരിയ അല്ലേ, അവിടെയാണ് ഗുജറാത്ത് ഉണ്ടാവും. നമുക്ക് കണ്ടുപിടിക്കാൻ സുഖമാണ് ഗുജറാത്ത് എവിടെയാന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കണ്ടെത്താവുന്ന മറ്റൊരു ഏരിയ ആണ്, നോക്കുവാണെങ്കിൽ ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഏറ്റവും മുകളിലാണ് വരിക, ഏറ്റവും മുകളിൽ വരും. ഹരിയാന ഏകദേശം ജമ്മു കാശ്മീരിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഹരിയാന. നേപ്പാൾ, ഇന്ത്യയിൽ നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്ത പോലെ ഇങ്ങനെ മുറിച്ചെടുത്ത് കളഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നേപ്പാൾ. അതുകൊണ്ട് നേപ്പാൾ നിൽക്കുന്ന ഒരു ഏരിയ നമുക്ക് നല്ലോണം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയ മനസ്സിലാക്കുക. മറ്റൊരു ഭാഗം കേരളമാണ്. എല്ലാവർക്കും അറിയാം, ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ തേക പോലെ കിടക്കുന്ന ഒരു ഏരിയ കേരളമാണെന്നുള്ള കാര്യം. അപ്പോ നമുക്കിത് കണ്ടെത്താൻ സുഖമാണ്. അപ്പോ ഈ ഒരു 5 മാർക്ക് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ഒന്ന് കേരളമാണ്, മറ്റൊന്ന് ഗുജറാത്താണ്, വേറൊന്ന് ജമ്മു കാശ്മീരാണ്, ഹരിയാനയാണ്, നേപ്പാളാണ്. ഈ 5 ഭാഗവും നമ്മളുടെ മാപ്പിൽ നമ്മളെപ്പോഴും മനസ്സിൽ മൈൻഡിൽ വേണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഈ പറയാനുള്ള കാര്യം, നമ്മൾ മാപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം ഏത് സ്ഥലങ്ങളാണ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതിനെ ഇങ്ങനെ കാണാതെ പഠിച്ചു വെക്കരുത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിശൂന്യമായ പരിപാടിയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ കാണാതെ പഠിക്കുന്നത്. ഹാരപ്പൻ സൈറ്റ് അത് ഗുജറാത്തിന്റെ മേളായിട്ട് വരുന്നു, അത് ഒരിക്കലും പോസിബിൾ ആവില്ല. എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് കണ്ട് മനസ്സിൽ ഇങ്ങനെ അടുക്കി വെക്കാനേ പറ്റുള്ളൂ. ഏറ്റവും ബെറ്ററും അത് തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് മാപ്പിലേക്ക് പോവാം. ഞാൻ എൻ്റെ ബാക്കിലായിട്ട് മാപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാപ്പിലെ ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതില് ഗുജറാത്ത് എന്ന് പറയുന്ന ഭാഗം ഏകദേശം ഈ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ഗുജറാത്ത് വരുന്നത്, മനസ്സിലാവുണ്ടല്ലോ. ഇവിടെയാണ് ഗുജറാത്ത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ ഇനി ജമ്മു കാശ്മീർ വരുന്നത് ഈ ഒരു ഏരിയ ആണ്. അവിടെ ജമ്മു കാശ്മീർ ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ഈ മാപ്പിൽ കാണാത്ത കാര്യമാക്കണ്ട, അവിടെ ജമ്മു കാശ്മീർ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നേപ്പാൾ നോക്കാം. നേപ്പാൾ എവിടെ അറിയോ?
നേപ്പാള് ഈ ഒരു ഏരിയയിലെ നേപ്പാൾ വരുന്നത്. അവിടെ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞ പോലെ നേപ്പാൾ ഉണ്ടാവും. ഈ മാപ്പിൽ തന്നെ പറിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മുടെ സാധാരണ മാപ്പിൽ പറിച്ചെടുത്ത് കളഞ്ഞ പോലെ ആയിരിക്കും നേപ്പാൾ ഉണ്ടാവുക. നേപ്പാൾ ഒന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഹരിയാന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജമ്മു കാശ്മീർ പഠിച്ചല്ലോ, അതിന് തൊട്ട് താഴെ കുറച്ചുകൂടെ താഴെയായിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിലായിട്ടാണ് എന്ത് വരിക, ഹരിയാന വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ കേരളം എവിടെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അത് പ്രത്യേകം തന്നെ പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം, ഈ മാപ്പിൽ ഇപ്പോൾ ബാക്കിൽ വെച്ചിട്ടുള്ള മാപ്പിൽ നമ്മൾ പഠിക്കുന്നത് ഹാരപ്പൻ സൈറ്റുകൾ എവിടെയാണ് എന്നുള്ളതാണ്. ഹാരപ്പൻ സൈറ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുഴുവനായിട്ടും വരിക നോർത്തിലേക്ക്, അഥവാ ഗുജറാത്തിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ. ഹാരപ്പൻ സൈറ്റുമായി ബന്ധപ്പെട്ട ഏതൊരു ഏരിയ ചോദിച്ചാലും ആ ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ ഗുജറാത്ത് നോക്കുമ്പോൾ ഹാരപ്പൻ സൈറ്റ് 1, അത് ഗുജറാത്ത് തൊട്ട് മേലെ നമ്മുടെ കാശ്മീരിന്റെയും ഹരിയാനയും ആ ഒരു ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് ഹാരപ്പ ആയിട്ട് പറയുന്നത്. ഈ ഒരു ഏരിയ 1 ഹാരപ്പ കണ്ടോ. അതുപോലെ തന്നെ 2 നമ്മുടെ മോഹൻജദാരോ വരുന്ന നോക്കൂ നിങ്ങൾ. അത് ഗുജറാത്തിന് തൊട്ട് മേലായിട്ടാണ്. ലോത്തൽ 3 നമുക്ക് കാണാനായിട്ട് പറ്റും, അതും ഗുജറാത്തിൽ തന്നെയാണ് വരുന്നത്. 4 നാളെ എപ്പോഴും ചോദിക്കാറില്ല, അങ്ങനെ കാലിബംഗം ചിലപ്പോൾ ചോദിക്കാറുണ്ട്. 7ാമത്തത് 7 നമുക്ക് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 7ഉം തന്നെ ഹരിയാനന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. 7 ബാൻവാൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇതില് ഹാരപ്പ, മോഹൻജദാരോ, അതുപോലെ തന്നെ ചാൻഹുദാരോ, അതുപോലെ കാലിബംഗൻ, ഈ 4 ഭാഗങ്ങളിൽ എപ്പോഴും ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പോൾ ഈ മാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗം, ഹാരപ്പൻ സൈറ്റുകൾ ചോദിക്കുമ്പം അത് ഗുജറാത്തിന്റെയും ഹരിയാനന്റെയും ഇടയിലായിട്ടാണ് വരിക എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു ഭാഗമാണ് 2ാം ചാപ്റ്ററിലെ മഹാജനപദാസ് എന്ന് പറയുന്ന ഭാഗം. രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ. ഇതിലെപ്പോഴും ജനപദാസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരാറുള്ളത്. ഇതിൽ മഹാജനപദാസിൽ തന്നെ വരാറുള്ള ഒന്ന് മഗധ ചോദിക്കാറുണ്ട്, മറ്റൊന്ന് കാംബോജ ചോദിക്കാറുണ്ട്, ഗാന്ധാര ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ പാഞ്ചാല ചോദിക്കാറുണ്ട്. ഈ 4 ഭാഗം മാത്രമേ കൂടുതലും ഇതിന് ചോദ്യമായിട്ട് വന്ന് കണ്ടിട്ടുള്ളൂ. ഇതില് മഗധ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കാരണം നല്ലൊരു സുശക്തമായിട്ടുള്ള ഭരണമായിട്ട് ഉയർന്നു വന്നത് മഗധയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ മഗധ എന്ന് പറയുന്നത് ഇനി മഗധയായാലും അതുപോലെ തന്നെ കാംബോജവും ഗാന്ധാരയും ഒഴിച്ച് മഗധയായാലും അവന്തി ആയാലും ഏത് വന്നാലും, ഗാന്ധാരയും കാംബോജയും ഒഴിച്ച് ഇതിൽ ബാക്കി 14 വന്നാലും അതൊക്കെ ആ നേപ്പാളിന്റെയും അതുപോലെ തന്നെ ഹരിയാനന്റെയും ഇടയിലായിട്ട് അങ്ങോട്ട് അടയാളപ്പെടുത്തിയാൽ മതി. കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, പക്ഷെങ്കില് വരുന്നത് ഏകദേശം ഒരു കണക്ക് കിട്ടിയാൽ മതി. എങ്ങനെ അറിയോ? കേരളത്തിന് ഒരു മാപ്പ് വന്നിട്ട് ഇപ്പോ മലപ്പുറത്ത് പെരിന്തൽമണ്ണ കാണിക്കണം, ഇല്ലെങ്കിൽ കൊല്ലത്ത് മാവേലിക്കര കാണിക്കണം എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ജസ്റ്റ് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ? കൊല്ലം ജില്ല അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയുടെ മാപ്പൊക്കെ തന്നിട്ട് കൊല്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് കേരളത്തിൽ കൊല്ലം എവിടെ നിൽക്കുന്ന ആ ഭാഗം സ്ഥിതി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറത്ത് പെരിന്തൽമണ്ണ അല്ലെങ്കിൽ നിലമ്പൂര് കാണിക്കണം ഇന്ത്യ മാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് കേരളത്തിൽ മലപ്പുറം നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ പോയിട്ടങ്ങ് മാർക്ക് നിലമ്പൂരിന് എഴുതേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ മാപ്പും കറക്റ്റ് ആയിട്ട് ആ സ്ഥലം തന്നെ എത്തിക്കോണം. പക്ഷെ ഏകദേശം അവിടെ ആയിക്കഴിഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടും. ജനപദാസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ബാക്കിലെ മാപ്പ് കണ്ടോ, 16ഉം 15 അഥവാ ഗാന്ധാരയും കാംബോജവും ഒഴികെ ബാക്കിയെല്ലാം നേപ്പാളിന്റെയും, അഥവാ നേപ്പാൾ എന്ന് പറയുന്ന ഭാഗം ഇതാണ്, ഹരിയാന ഇവിടെയാണ്. ഈ ഹരിയാനയുടെയും നേപ്പാളിന്റെയും ഇടയിലാണ് ബാക്കി എല്ലാതും വന്നിരിക്കുന്നത്. മനസ്സിലാവണല്ലോ, കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഹരിയാനന്റെയും നേപ്പാളിന്റെയും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ മഹാജനപദാസിൽ നിന്ന് ഏതൊരു സ്ഥലത്തെ ചോദിച്ചാലും നമുക്ക് അത് ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ ഞാഗ് ഒഴിവാക്കി നിർത്തേണ്ടി വരുന്നത് നമ്മുടെ ഗാന്ധാരയും കാംബോജവും മാത്രമായിരിക്കും. ബാക്കിയെല്ലാം വരുന്നത് നേപ്പാളിന്റെയും ഹരിയാനയുടെയും ഇടയിലാകും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം.
ഓക്കെ, മനസ്സിലാക്കി വെക്കാം. ആ സമയത്ത് ചോദിച്ചാൽ ഏതൊക്കെ രീതിയിൽ കാണാതെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോ രണ്ടാം ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഗാന്ധാര, കാമ്പോജം, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കോസല ചോദിച്ചിട്ടുണ്ട്, മഗധ പലപ്പോഴും ചോദിക്കാറുണ്ട്. ബാക്കിയൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, രണ്ടാം ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു ഭാഗമാണ് മൗര്യൻ കാലഘട്ടത്തിലെ പ്രധാന ഭരണകേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം. അതിലൊന്ന് പറയാറുള്ളത് പാടലിപുത്ര തന്നെയാണ്. പാടലിപുത്ര എപ്പോഴും ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. പാടലിപുത്ര എവിടെയെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് മാപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് നേപ്പാളിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഏരിയയിലാണ്. പാടലിപുത്ര എന്നല്ല, മൗര്യയുമായി ബന്ധപ്പെട്ട് ഒട്ടുമിക്ക കേന്ദ്രങ്ങളും ചോദിക്കാറുള്ള ഒന്ന് പാടലിപുത്രയാണ്. മറ്റൊന്ന് തോസല എന്ന് പറയുന്ന ഭാഗം ചോദിച്ചതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പിന്നെ ചോദിക്കാറുള്ളത് ഉജ്ജയിനി ചോദിക്കാറുണ്ട്, നാലാമത്തെ ഭാഗം. അത് ശേഷം സെൻട്രലായിട്ടാണ് വരുന്നത് ഉജ്ജയിനി. അതുപോലെ തന്നെ മഗധ എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ തൊട്ട് താഴെ തന്നെ. മഗധ നമ്മുടെ ഇനിയിപ്പോൾ മഹാജനപദാസ് ചോദിച്ചാലും മൗര്യ സാമ്രാജ്യത്തിൽ ചോദിച്ചാലും ഒക്കെ മഗധ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണെന്ന് മനസ്സിലാക്കി. ഒരു വലിയൊരു സിറ്റി ആയിട്ടാണ് മഗധയെ നിങ്ങൾ കാണണം. അതുകൊണ്ട് എപ്പോഴും മഗധ ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. തക്ഷശില ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തക്ഷശില എന്ന് പറയുന്നത്. ഏകദേശം ജമ്മു കാശ്മീരിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് തക്ഷശില വരുന്നത്. ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തക്ഷശില. അഞ്ചാമത്തെ ഭാഗമായിട്ട് തക്ഷശില വരുന്നുണ്ട്. തക്ഷശില എപ്പോഴും ചോദ്യമായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. തക്ഷശില, മഗധ, പാടലിപുത്ര. ചില സമയങ്ങളിൽ തോസലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. തോസലി ചോദിച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം മാത്രം, നിർബന്ധമൊന്നുമില്ല. ഇനി അത് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു വലിയൊരു ഫീലിംഗ് വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിൽ പാടലിപുത്ര, അതുപോലെ തന്നെ മഗധ, ഉജ്ജയിനി, നാലാമത്തെ ഭാഗമായുള്ള ഉജ്ജയിനി, ഈ ഒരു 4 ഭാഗം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പാടലിപുത്ര, അതുപോലെ തന്നെ തക്ഷശില, അതുപോലെ തന്നെ ഉജ്ജയിനി, ഈ 3 ഭാഗങ്ങൾ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതും ഓർമ്മയിലുണ്ടാവണം. ഇനി 4ാം ചാപ്റ്റർ എന്നുള്ള മാപ്പാണ് ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നത്. മാപ്പ് നിങ്ങളുടെ ബാക്കിൽ കാണുന്നുണ്ടാവും. ഇതിൽ പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളാണ് പറയുന്നത്. ഇതിൽ ചോദിക്കാറുള്ള ഒന്ന് ലുംബിനി തന്നെയാണ്. ലുംബിനി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് സാഞ്ചി, അമരാവതി ചോദിച്ച് കണ്ടിട്ടുണ്ട്, കാശ്മീർ. ഈ ഒരു 4 സൈറ്റ് എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാകണം. ഒന്ന് ലുംബിനി, പിന്നെ ബോധ്ഗയ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലുംബിനി, ബോധ്ഗയ, സാരാനാഥ്, സാഞ്ചി, അമരാവതി, കാശ്മീർ. ഇത്രയും ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും മാപ്പായിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. മാപ്പ് എന്ന് പറയുമ്പോൾ പല വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ വന്നിട്ടുണ്ട്, ഒറ്റ മാപ്പിൽ ഇതൊക്കെ വരുമെന്നുള്ള ഡൗട്ട് നമുക്ക് ഒരിക്കലും വേണ്ട. പല സമയങ്ങളിലായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ലുംബിനി, അതുപോലെ തന്നെ നമ്മുടെ ബോധ്ഗയ, അതുപോലെ സാരാനാഥ് ഒക്കെ നമ്മുടെ നേപ്പാളിന്റെ തൊട്ട് താഴെയായിട്ടാണ് വന്ന് കിടക്കുന്നത്. നമുക്ക് കണ്ട് എത്താനായിട്ട് പറ്റും. ഇനി സാഞ്ചിയാണ് ഏകദേശം നമ്മുടെ സെൻട്രൽ ആയിട്ട് വരുന്നത്. സാഞ്ചി ഇവിടെയും, ബാക്കി പറഞ്ഞ ലുംബിനി ആണെങ്കിലും ബോധ്ഗയ ആണെങ്കിലും സാരാനാഥ് ആണെങ്കിലും ഒക്കെ അത് നമ്മുടെ നേപ്പാളിന്റെ ഈ ഒരു ഏരിയയിലാണ് വന്ന് കണ്ടിട്ടുള്ളത്. കാശ്മീർ ഇവിടെയും. ഓക്കെ, ഈ ഒരു ഭാഗം ഇതിൽ മറക്കരുത്. ബുദ്ധമത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഭാഗങ്ങൾ ചോദിക്കുകയാണെങ്കിലും അത് നേപ്പാളിന്റെയും അതുപോലെ തന്നെ നേപ്പാളിന്റെ തൊട്ട് താഴെയായിട്ട്, എല്ലാം നേപ്പാളിന്റെ തൊട്ട് താഴെയായിട്ടാണ് വരണത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സാഞ്ചി മാത്രം ഇന്ത്യയുടെ സെൻട്രൽ ആവുന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, ഇതാണ് ഈ മാപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം. 1857 കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിന്റെ സൈറ്റുകളാണ് ബാക്കിൽ മാപ്പിൽ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് മീററ്റ് തന്നെയാണ്. മീററ്റ്, അതിന് മുൻപായിട്ട് നോക്കൂ നിങ്ങൾ സ്ഥലം എങ്ങനെയാണ് കിടക്കുന്നുള്ളത്. എല്ലാ സ്ഥലങ്ങളും ഈ ഒരു നേപ്പാളിന്റെയും ജമ്മു കാശ്മീരിന്റെയും ഇടയിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കാണ്.
നമുക്ക് ഏറ്റവും സിമ്പിൾ ആണ് 1957 കലാപവുമായി ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്ന മാപ്പിൽ വെച്ചാല് പെട്ടെന്ന് പെട്ടെന്ന് അടയാളപ്പെടുത്താം. കാരണം നേപ്പാളിന്റെയും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ ഇടയിലായിട്ട് അങ്ങോട്ട് വരച്ച് വെച്ചാൽ മതി, നമുക്കത് മാർക്കായിട്ട് മാറും. ഓക്കെ, ഇത് ഷുവറായിട്ട് നിങ്ങളോട് ആദ്യമേ ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. നോക്കൂ നിങ്ങള്, ഇതില് മീററ്റ് ചോദിക്കാറുണ്ട് പലപ്പോഴും. മീററ്റ് നമ്മൾ 1-ാം നമ്പർ കണ്ടോ, ഒന്ന് കിടക്കുന്നത് ഏകദേശം എന്താ ഈ 1-2 ഭാഗം മീററ്റ് ഡൽഹി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാൺപൂര് ഓക്കെയാണ്. അതുപോലെ തന്നെ ഫൈസാബാദ് 7, ഫൈസാബാദ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 7 ഇവിടെ ഫൈസാബാദ് വരെ ഉണ്ട്. ഫൈസാബാദ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് 9-ാം നമ്പർ ആയിട്ടുള്ള ചോട്ട നാഗ്പൂർ എന്ന് പറയുന്ന ഭാഗം. അതുപോലെ അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മീററ്റ്, ഡൽഹി, കാൺപൂർ, ഫൈസാബാദ്, അതുപോലെ തന്നെ ചോട്ട നാഗ്പൂർ, ഈ 4 ഭാഗത്തിൽ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് എക്സാമിന് വരുവാണെങ്കിൽ എഴുതാൻ നിങ്ങൾ ഒരിക്കലും തന്നെ സംശയം നിൽക്കേണ്ടതില്ല. ഇപ്പോൾ മാപ്പിൽ നിങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്ന ചാപ്റ്ററിൽ വരുന്ന ചില ഭാഗമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഏരിയയുടെ ചോദിക്കും. നോക്കാണെന്നുള്ള സംശയം വേണ്ട, അത് നേപ്പാളിന്റെ താഴെ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, ഏകദേശം ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഇവിടെയാണ് നേപ്പാളിന്റെ തൊട്ട് താഴെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ഭാഗം നാഗ്പൂർ ആണ്. അതുപോലെ തന്നെ ബനാറസ് ചോദിക്കാറുണ്ട്. നാഗ്പൂർ ഏകദേശം ഇന്ത്യയുടെ സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. ബനാറസ് ആണെങ്കിൽ അത് നേപ്പാളിന്റെ താഴെ തന്നെയാണ് ബനാറസ് ഉള്ളത്. അതുപോലെ തന്നെ ഡണ്ടി, ദണ്ഡി യാത്ര നടത്തിയ ഡണ്ടി ഉണ്ടല്ലോ, ആ ഡണ്ടി തന്നെ. ആ ഡണ്ടി ഉള്ളത് ഗുജറാത്തിന്റെ അടുത്താണ്. നമ്മൾ ഡണ്ടി എവിടെയാന്ന് ചോദിച്ചാൽ അത് മഹാത്മജി ജനിച്ച ആ നാട് തന്നെ നമുക്ക് ഓർമ്മയിൽ വരണം. അത് ഗുജറാത്തിന്റെ അടുത്ത് തന്നെയാണ് ദണ്ഡി ഉള്ളത്. സബർമതി 9-ാമത്തെ നമ്പർ സബർമതിയാണ്. സബർമതി ഏകദേശം കാണുന്നത് ഗുജറാത്തിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ ഡണ്ടി, സബർമതി, അതുപോലെ തന്നെ ബോംബെ ഗുജറാത്തിന്റെ ഏകദേശം ഒരു ഏരിയയിൽ തന്നെ ബോംബെ വരും, നമുക്കറിയാലോ. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇത് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇതിൽ നിന്നും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഒന്ന് ചമ്പാരൻ ചോദിക്കാറുണ്ട്, മറ്റൊന്ന് അഹമ്മദാബാദ് ചോദിക്കലുണ്ട്, അതുപോലെ തന്നെ നാഗ്പൂർ ചോദിക്കാറുണ്ട്, ദണ്ഡി ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ സബർമതി ചില സമയങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ബോംബെ. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇത്രയും സമയം പറഞ്ഞ മാപ്പുകൾ ആരും മറക്കരുത്. ഈ മാപ്പുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് മാപ്പല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ PDF വേണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ PDF നൽകാം, നോ പ്രോബ്ലം. എന്ത് ഡൗട്ടിനും ചോദിക്കുക. എല്ലാവരും എക്സാം നന്നായിട്ട് ഒരുങ്ങി തയ്യാറാവുക. എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.